ഹലോ കൂട്ടുകാരെ, ഇന്ന് കോളിഫ്ലവർ വെച്ചിട്ട് നല്ല അടിപൊളി ക്രീമി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. എന്നാൽ വായോ, അതിനു മുന്നേ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. വായോ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഞാനിവിടെ കുറച്ച് വെള്ളം ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഈ കോളിഫ്ലവറൊക്കെ ഫസ്റ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ വെള്ളം ഒന്ന് വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ കോളിഫ്ലവറിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം തന്നെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, അതുവരെയും ഒന്ന് വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ ദാണ്ടെ ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കുവേ നമ്മളിവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ കോളിഫ്ലവർ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കോളിഫ്ലവർ ആദ്യം ഒരു 10-15 മിനിറ്റോളം ഒന്ന് വെള്ളത്തിൽ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലൊന്ന് ഇട്ടേക്കണം കേട്ടോ. അതിനകത്ത് എന്തെങ്കിലും പുഴുവോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം ഇതിൽ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് ചെറിയൊരു കൂട്ടൊന്ന് റെഡിയാക്കണേ. അതിനൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു അരക്കപ്പോളം തൈരാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് നല്ല പുളിപ്പില്ലാത്ത തൈര് നോക്കി എടുക്കണേ, അത് മസ്റ്റാണ് കേട്ടോ. പുളിപ്പുള്ള തൈരാണെങ്കിൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറി ഒരു വൃത്തിയായിട്ട ടേസ്റ്റ്, ഒരു പുളിപ്പോടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുളിപ്പില്ലാത്ത തൈര് എടുക്കണം. ഇനി ഒരു 10-12ഓളം ക്യാഷ്നട്ടും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക്, ഞാനൊരു 3 പച്ചമുളക് എടുക്കുന്നുണ്ട്. അപ്പം അതും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളകിൻ്റെ ഒക്കെ എണ്ണ നിങ്ങൾക്ക് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് കുറച്ച് ഉണങ്ങിയ പച്ചമുളകാണ് എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അതെ ഇതുപോലെ. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാവേ. ഇനി നമുക്ക് കുറച്ച് പണികളുണ്ട്. ഞാനൊരു ചോപ്പർ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഈ ചോപ്പറിൽ നമ്മുടെ ഈ വെജിറ്റബിൾസ് അല്ല സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഒരുമിച്ചിട്ടാണ് ഞാനൊന്ന് ചോപ്പ് ചെയ്യുന്നത്, വളരെ എളുപ്പത്തിൽ പണി കഴിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സെപ്പറേറ്റ് നിങ്ങൾക്ക് അരിഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെ ആവാം. ഞാൻ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്യുന്നതാണ്. ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ദാണ്ടെ ഇതുപോലെ ഒന്ന് അരിഞ്ഞ് വേണം ചോപ്പറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ചീത്തയാവാൻ സാധ്യതയുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് പണി കിട്ടിയിട്ടുള്ളതാണ്. അപ്പം ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5-6 വെളുത്തുള്ളി അല്ലിയും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണവും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് അരിഞ്ഞ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതും ഒന്ന് കട്ട് ചെയ്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. സംഭവം ഇതുണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കേട്ടോ. രാവിലെ മറ്റേ വെപ്രാളത്തിൽ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞെടുക്കണമെങ്കിൽ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. പക്ഷെ വളരെ എളുപ്പത്തിൽ അരിഞ്ഞെടുക്കാം. പക്ഷെ ഇതില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരെണ്ണം വാങ്ങിച്ച് വെച്ചോ, ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അതെ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് ഞാനൊന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഒന്ന് നോക്കാം. നമ്മുടെ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ, അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ ഈ വെള്ളത്തിൽ നിന്ന് ഇതങ്ങോട്ട് ഊറ്റിയെടുക്കാം. ഇങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുത്താലും മതി. അപ്പോഴാണ് ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ടേ. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് ഇനി അതേ പാൻ തന്നെ ഞാനൊന്ന് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ അല്ലെങ്കിൽ ഓയിൽ ചേർക്കാം, ഒന്നും അല്ലെങ്കിൽ നെയ്യിൽ ഉണ്ടാക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബട്ടർ ഉള്ളത് കൊണ്ട് ഞാൻ ബട്ടർ എടുത്തേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി ആ ബട്ടർ ഒന്ന് മെൽറ്റാക്കി എടുക്കാം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടേ. അപ്പോൾ നമ്മുടെ ബട്ടർ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർന്ന് അതുണ്ടല്ലോ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി നന്നായിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കണേ. ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ടൊക്കെ എത്തുമല്ലോ, അതുവരെയും നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. ആകെ ഒരു കഷ്ടപ്പെട്ട പണി ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതേ ഉള്ളൊരു മെനക്കേട്. അപ്പോൾ അതാണ്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട് ഞാൻ. ഇപ്പം നാട് അത്യാവശ്യം ഗോൾഡൻ ബ്രൗൺ കളറിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. ഇത്രയൊക്കെ മതി കേട്ടോ. ഇത്രയും വഴറ്റിയത് തന്നെ വലിയ ഭാഗ്യം. അപ്പോൾ ആടെ ഇത്രയൊക്കെ ഞാനൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കോളിഫ്ലവർ ഉണ്ടല്ലോ, വേവിച്ച് വെച്ചേക്കുന്ന കോളിഫ്ലവർ അത് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം.
ഈ ചപ്പാത്തിക്ക് ഭയങ്കര ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഇത്. ഞാൻ സാധാരണ ഇത് കിട്ടുമ്പോഴേ, അതായത് ഈ കോളിഫ്ലവർ വാങ്ങുമ്പോൾ ചപ്പാത്തിക്ക് ഈ കറി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ക്രീമി ആയിട്ടിരിക്കും. അപ്പോഴേ ഇതുവരെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കേണ്ട ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ നാളെ ഇതുപോലെ ഞാനൊന്ന് മിക്സ് ആക്കിയിട്ട് ഇനി നമ്മുടെ തൈരിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒരല്പം വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത്, ഒരു 1/4 കപ്പോളം വെള്ളമൊക്കെ ചേർത്താൽ മതിയാവേ. ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതിപ്പം കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്ന പോലെ തോന്നുമെങ്കിലും ഇതിൽ നമ്മൾ കാഷ്യൂ ഒക്കെ ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് തിക്കാവുകയും. അപ്പോൾ അതാണ്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഞാൻ. ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പേ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണൊക്കെ കുരുമുളക് പൊടി അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഒക്കെ ഉള്ളൊരു കറിയാണ്. കാണാനും നല്ല രസമല്ലേ, നല്ല വെള്ള കളറിൽ നല്ല ക്രീമി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് ഇത് നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കാം. പിന്നെ ഇത് ഉണ്ടാക്കിയിട്ട് നല്ല ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാട്ടോ നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ അതാണ് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ആക്കിയിട്ട് ചെറുതായിട്ടൊന്നങ്ങ് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ദാണ്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ടേ. ഇപ്പോൾ ദാണ്ട് നന്നായിട്ടും തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണേ. അപ്പോൾ ഇത് അവിടെ ഒന്ന് ഇരിക്കട്ടെ, 2-3 മിനിറ്റ് ഒന്ന് കഴിയട്ടെ. ഇപ്പോൾ ദാണ്ട് 2-3 മിനിറ്റ് ഒക്കെ ഒന്ന് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ കറിയൊക്കെ ദാണ്ട് അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫൈനലി 2 ഇൻഗ്രീഡിയൻറ്റും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്, കുറച്ച് എരിവൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ ക്യൂബ് ബട്ടറും കൂടെ ചേർക്കുന്നുണ്ട്. ഇതും ഓപ്ഷണലാണ്, ഇതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവേ. ചേർത്ത് കൊടുക്കണേ, ഇല്ലെങ്കിൽ വിട്ടേക്ക്. പക്ഷേ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ചേർത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് വയറ്റി ഒന്നങ്ങ് മെൽറ്റാക്കി എടുക്കാം. ഇപ്പോൾ ദാണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്കുവേ കുറച്ചും കൂടെ അങ്ങ് കുറുകാൻ തുടങ്ങുവേ. അപ്പോൾ ഞാനൊന്ന് തണുത്തിട്ട് കാണിച്ചു തരാം. കണ്ടോ, നന്നായിട്ട് ഒന്നങ്ങ് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ആക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.